ഇത് നമ്മൾ ഈ ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാൻ ഒരു കാരണം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കമൻറ്റാണ്. ആ കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഛത്തീസ്ഗഡിൽ 2 മലയാളി സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അവരെ ജാമ്യത്തിൽ വിട്ടു. അവർ 10 ദിവസത്തോളം ജയിലിലുണ്ടായിരുന്നു. ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് അതിലൊരു സിസ്റ്റർ നമ്മുടെ പേഷ്യൻ്റാണ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ് പേഷ്യൻ്റാണ്. നിങ്ങളൊക്കെ മീഡിയ കണ്ടു കാണും. അപ്പോൾ നമ്മുടെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിച്ചു, നമ്മൾ അയച്ചു കൊടുത്ത ശേഷം സിസ്റ്റർ ഇപ്പോൾ ജാമ്യം കിട്ടി. ഇങ്ങനെയൊരു അസുഖമുണ്ട് എന്ന് അവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കുകയും അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നു. ഡോക്ടർ ശ്രീ ഹൈബി ഈഡൻ MP അത് പറയുകയുണ്ടായി, അവർക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്. ബാക്കി നേതാക്കളൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഡോക്ടർ ശ്രീ ഹൈബി ഈഡൻ ഇത് മീഡിയയോട് പറയുന്ന സമയത്ത് ഇങ്ങനെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ട്, പക്ഷേ അവർ നേരത്തെ കിടക്കുമ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ അതിൽ താഴത്ത് വന്നൊരു കമൻറ്റാണ്, വാദമൊക്കെ ഇല്ലേ, കുഴമ്പൊക്കെ പുരട്ടി വീട്ടിലിരുന്നാൽ പോരെ, എന്തിനാ ഈ പണിയെടുക്കാൻ പോകുന്നത്? ഇതാണെന്ന് താഴത്ത് വന്നൊരു കമൻറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പണ്ടുള്ളൊരു കൺസെപ്റ്റാണ് കേട്ടോ. വാദമൊക്കെ വന്നു കഴിഞ്ഞാൽ കുഴമ്പ് പുരട്ടി വീട്ടിലിരിക്കുക, നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു ഒരു മലയാളിയുടെ ഒരു തെറ്റിദ്ധാരണയാണ്, മലയാളിയുടെ ഒരു ധാരണയാണ്. വാദമൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രായമാകും, കുറച്ച് വാദമൊക്കെ കാണും, കുഴമ്പൊക്കെ പുരട്ടി എണ്ണയൊക്കെ പുരട്ടി ചൂടൊക്കെ പിടിച്ച് വീട്ടിലിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു പരിധിവരെ നോക്കിക്കഴിഞ്ഞാൽ 1970കളിലും 80കളിലും ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ചികിത്സയിൽ സ്റ്റിറോയിഡുകളും പെയിൻ കില്ലേഴ്സും മാത്രമായിരുന്നു. വളരെ നല്ല കൂടിയ മരുന്നുകളൊന്നും ഇല്ലായിരുന്നു, പുതിയ മരുന്നുകൾ. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കും, ലോകത്തിലെ എത്ര വലിയ ആളാണെങ്കിലും ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ബാധിച്ചു കഴിഞ്ഞാൽ ചികിത്സിച്ചില്ലെങ്കിൽ 5-6 കൊല്ലത്തിൽ കൈകളൊക്കെ വളഞ്ഞു പോകുമായിരുന്നു, മുട്ടുകൾക്ക് തേയ്മാനം സംഭവിച്ച് വീട്ടിലിരിപ്പാകുമായിരുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഹാർട്ട് സർജൻ, അതായത് ആദ്യം ഹൃദയമാറ്റ നടത്തിയ സർജന് പോലും അദ്ദേഹത്തിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്ന ശേഷം 5 കൊല്ലത്തിനുള്ളിൽ സർജറി നിർത്തി തൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കേണ്ടി വന്നു. അപ്പോൾ പക്ഷേ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടത്തിയ സർജൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തും ചെയ്യാൻ, ഏത് ചികിത്സയും നേടാൻ പര്യാപ്തിയുള്ള ഒരു ഡോക്ടറായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് പോലും വീട്ടിലിരിക്കേണ്ടി വന്നു. അപ്പോൾ ഒരു 30-40 കൊല്ലം മുമ്പ് അസുഖം വന്നു കഴിഞ്ഞാൽ ഡീഫോമിറ്റീസ് ഉണ്ടാകുക, വീട്ടിലിരിക്കുക, കുഴമ്പ് പുരട്ടി വീട്ടിലിരിക്കുക എന്നുള്ളതായിരുന്നു നോം. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അതായത് ഇപ്പോൾ 1980-90കൾക്ക് ശേഷം കുറേയധികം മരുന്നുകൾ വന്നു. മരുന്നുകൾ വരുമ്പോൾ ഓരോ മരുന്നുകളും അതിൻ്റെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെയൊക്കെ അത് സോറിയാറ്റിക് ആർത്രൈറ്റിസിൻ്റെ ആണെങ്കിലും SLE ആണെങ്കിലും എല്ലാം തന്നെ പ്രോഗ്നോസിസ്, അവരുടെ ചികിത്സ, അവരുടെ ജീവിത രീതി മെച്ചപ്പെടുത്തി. ഇന്നത്തെ കാലത്ത് ഒരു ആൾക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നോർമൽ ലൈഫിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. അവർക്ക് ഇപ്പോൾ അത് ഒഫീഷ്യൽ സ്റ്റഡീസ് തന്നെയുണ്ട്, നമ്മുടെ ഇവിടുത്തെ തന്നെ ഡേറ്റയുണ്ട്. ഒരു 10 അസുഖം തുടങ്ങിക്കഴിഞ്ഞ് 10 കൊല്ലമാകുമ്പോഴും അസുഖം നന്നായിട്ട് ചികിത്സിച്ച ആളുകൾക്ക്, അതായത് അത് നമ്മുടെ ഫിൻലാൻഡിലേക്ക് എന്നുള്ള സ്റ്റഡീസാണ്, അവിടെ എല്ലാം വളരെ കൃത്യമായിട്ട് ഫോളോ അപ്സ് ഉണ്ട്, ഓരോ പൗരനും എന്ത് സംഭവിക്കും നമുക്കറിയാം. അപ്പോൾ അവിടുത്തെ ഡേറ്റ പറയുന്നത് ഒരു അസുഖം തുടങ്ങി, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്നു, ഡയഗ്നോസ് ചെയ്തു, 1-2 വർഷത്തിനുള്ളിൽ ഡയഗ്നോസ് ചെയ്തു, അതിനുശേഷം കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് 10 വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 99% ആളുകൾക്കും സാധാരണ രീതിയിലേക്കുള്ള ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. സാധാരണ രീതി എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 99% ഓഫ് വർക്ക്. ചിലപ്പോൾ ട്രക്കിങ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ ബാക്കി എല്ലാ ജോലികളും ചെയ്യാനും ആക്റ്റീവായിട്ട് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നമ്മുടെ തന്നെ കേരളം തന്നെ ആർത്രൈറ്റിസ് ഉള്ളവർ, സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉള്ളവർ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർ, ലൂപ്പസ് ഉള്ളവർ, എയർ ഹോസ്റ്റസുമാരുണ്ട്, ഫ്ലൈ ചെയ്യുന്ന പൈലറ്റുമാരുണ്ട്, അതുപോലെ ചുമട് ചുമക്കുന്ന ആൾക്കാരുണ്ട്, ഓട്ടോ ഓടിക്കുന്നവരുണ്ട്, ബസ് ഓടിക്കുന്നവരുണ്ട്, അത് 2-3 ദിവസം ലോങ് ഡിസ്റ്റൻസ് ലോറി ഓടിക്കുന്നവരുണ്ട്, അതുപോലെ ഷോപ്സിലൊക്കെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും അതോടൊപ്പം തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വീട്ടമ്മമാരുണ്ട്. ഇവർക്ക് വലിയ വലിയ ജോലികൾ ചെയ്യുന്നത് നമുക്ക് വീട്ടിലെ 2-3 പേർക്ക് വെച്ച് വിളമ്പുന്ന, സ്വന്തം വീട്ടിലെ എല്ലാ കാര്യങ്ങളും വെച്ച് വിളമ്പുമ്പോൾ മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഹൗസ് മെയ്ഡ്സ് ഉണ്ട്. ഹൗസ് മെയ്ഡ്സിന് നമുക്കറിയാം 3, 4, 5 വീട്ടുകളിലൊക്കെ പോകുന്ന ആളുകൾ നമുക്കറിയാം. അപ്പോൾ എന്നിട്ട് ഒരു കുടുംബത്തിൻ്റെ മൊത്തം ഭാരം ഏൽക്കുന്നവർ നമുക്കറിയാം. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് വാതരോഗമുണ്ടെങ്കിൽ കുഴമ്പ് പൊട്ടി എണ്ണയൊക്കെ പുരട്ടി അല്ലെങ്കിൽ നമുക്ക് പെയിൻ കില്ലറൊക്കെ എടുത്ത് വീട്ടിലിരിക്കേണ്ട കാലമല്ല. നിങ്ങൾക്ക് ശരിക്കുമായിട്ടൊരു ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ശരിയായി ചികിത്സിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ആർത്രൈറ്റിസ് ഉള്ളവരെ അല്ലെങ്കിൽ വാതരോഗമുള്ളവരെ അടച്ചാഭിക്ഷേപിക്കുന്ന ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഡെഫിനറ്റ്ലി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം ആ തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുക, എനിക്ക് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആർത്രൈറ്റിസുള്ള നിങ്ങൾക്ക് കുറച്ച് ആദ്യഘട്ടത്തിൽ ഡയഗ്നോസ് ചെയ്ത് എല്ലാം ചെയ്യാൻ സാധിക്കും. പക്ഷേ 5-6 കൊല്ലം കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് ചിലപ്പോൾ ഒരു മുട്ടിൽ ചെറിയ തേയ്മാനം കാണും, പക്ഷേ ബാക്കി സന്ധികൾക്ക് കുഴപ്പം കാണില്ല. അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താണ്, നിങ്ങൾക്ക് ഒരു 100 ആക്ടിവിറ്റി എടുത്താൽ 98 ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ 98 ആക്ടിവിറ്റി ചെയ്യുക. ചിലപ്പോൾ ചിലർക്ക് മുട്ടിൽ തേയ്മാനോട് താഴ്ത്തിരിക്കാൻ പറ്റില്ല, പക്ഷേ ബാക്കി എല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബാക്കി ഇപ്പോൾ മോളിൽ ഇരുന്ന് ചിലർ പറയും, ഡോക്ടറെ എനിക്ക് ചമ്രം പടഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. ഞാനെപ്പോഴും പറയുന്നത്, ചമ്രം പടഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നത് മോളിൽ നിന്ന് പ്രാർത്ഥിക്കാമല്ലോ. കാരണം ചെറിയ തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വെച്ച് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത്,
ഒരു ആർത്രൈറ്റിസ് ആദ്യഘട്ടത്തിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റികളും നോർമലായിട്ട് 5-10 കൊല്ലത്തേക്ക് ചെയ്യാൻ സാധിക്കും, പ്രൊവൈഡഡ് ഏർലി ഡയഗ്നോസിസ്. അതായത് ആദ്യഘട്ടത്തിൽ ഡയഗ്നോസ് ചെയ്യുക, കൃത്യമായിട്ട് ചികിത്സിക്കുക, എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുക. ഈ 3 കാര്യം അത് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലോങ് ടേമിൽ നല്ലൊരു ഔട്ട്കം കിട്ടും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അത് 4-5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ഡയഗ്നോസ് ചെയ്തെങ്കിൽ ചിലപ്പോൾ ചില സന്ധികൾ തേയ്മാനം വന്നു കഴിയുമ്പോൾ ചില ആക്ടിവിറ്റികൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റികളൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ വീട്ടിൽ ഒതുങ്ങി കഴിയണം എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്ന് നമ്മുടെ സമൂഹം മാറിയേ തീരൂ. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം ഇതിൽ ഒരു ആർത്രൈറ്റിസ് ബാധിച്ച് ഇപ്പോൾ കേരളമൊക്കെ ചികിത്സിക്കുന്ന 99% രോഗികൾക്കും അതിനുള്ളൊരു അവർ ഡെഫിനറ്റ്ലായിട്ട് പറയും എനിക്ക് നേരത്തെ ഉള്ളതിനേക്കാളും ബെറ്ററായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് അവർ പറയുകയും ചെയ്യും.